എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇന്ന് ഞാനിവിടെ ചേമ്പ് കൊണ്ടൊരു പുളിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ചേമ്പ് ഞാൻ കഴുകി വൃത്തിയാക്കി വെള്ളമൊഴിച്ച് അതിലേക്ക് ഉപ്പും മഞ്ഞളും കുറച്ച് പച്ചമുളകും ഇടുകയാണ്. ഈ പച്ചമുളക് തേങ്ങയുടെ കൂടെ പിന്നീട് അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ചേർത്തത്. ചേമ്പ് വേവുന്ന ആ സമയം കൊണ്ട് ഞാനൊരു ഉപ്മാവും കൂടെ ഉണ്ടാക്കുകയാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നല്ലെണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ കടുകും ഉഴുന്നുപരിപ്പും ജീരകവും ഇട്ടു. അതിലേക്ക് കുറച്ച് പച്ചമുളകും ഇഞ്ചി ഇട്ടു. അതുകൂടാതെ കുറച്ച് തേങ്ങ കൊത്തും കൂടെ ചേർക്കുകയാണ്. കപ്പലണ്ടി ഇടാം, അതില്ലാത്തതുകൊണ്ട് ഞാൻ തേങ്ങ കൊത്തും. പിന്നെ സവോളയും കറിവേപ്പിലയും ഇടുന്നു. നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ കുറച്ച് ഉപ്പും ഇടുകയാണ്. ഇപ്പോൾ നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 കപ്പ് റവ ഇടുകയാണ്. റവ ഓൾറെഡി വറുത്ത റവയാണ്, പക്ഷെ എന്നാലും ഇതിനകത്തിട്ട് ഒന്നുകൂടെ വറുക്കാൻ പോവാണ്. ആ സമയം ഞാൻ ഒരു 4 ഗ്ലാസ് വെള്ളം, അതായത് 2 ഗ്ലാസ് റവയ്ക്ക് 4 ഗ്ലാസ് വെള്ളം സെയിം ഗ്ലാസ്സിൽ തന്നെ ഒഴിച്ച് തിളപ്പിക്കാൻ വെക്കുകയാണ്. അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടു. ഇപ്പോൾ നന്നായിട്ട് വെള്ളം തിളച്ചു. നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന റവ മിക്സിലേക്ക് ഈ വെള്ളം കുറേശ്ശെ ഒഴിച്ച് ഇളക്കണം. കാരണം ഇത് തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് വെള്ളം. ഇപ്പോൾ എല്ലാം ഇളക്കി ഞാൻ അടച്ചു വെച്ചു. പുളിശ്ശേരിയിൽ ചേർക്കാനുള്ള തേങ്ങയും അതിലേക്ക് 2 വെളുത്തുള്ളിയും ചേർക്കുകയാണ്. വെളുത്തുള്ളിക്ക് പകരം ജീരകം ചേർക്കാം. പച്ചമുളകും അതിലേക്ക് ചേർക്കുകയാണ്. ഇവിടെ ചേമ്പും നന്നായിട്ട് വെന്തിട്ടുണ്ട്. അരച്ച് വെച്ചിരിക്കുന്ന കൂടി ചേർത്തു. ഇപ്പോൾ കുറച്ച് വെള്ളമായിട്ട് നമുക്ക് തോന്നുവാണെങ്കിലും ചേമ്പായതുകൊണ്ട് അതിരുന്നൊന്ന് കട്ടിയാവും. ഇപ്പം ഞാനിവിടെ കടുക് വറുക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായപ്പോൾ കടുകും ഉലുവയിട്ടു, കറിവേപ്പിലയിട്ടു. എന്നിട്ട് കൂട്ടാനകത്തേക്ക് ഒഴിക്കുകയാണ്. ഗ്യാസ് ഓഫ് ചെയ്തു. ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് തൈര് കലക്കിയെടുത്തതാണ്. കട്ടിയായിട്ടുള്ള മോരാണ് ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കണം. അതിന് ശേഷം നമുക്ക് അടച്ചു വയ്ക്കാം. ഇപ്പം നമ്മുടെ ഉപ്പുമാവും റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത് ഉച്ചക്കലത്തേക്ക് കൂട്ടാനാണ് ഉണ്ടാക്കിയതെങ്കിലും ഇപ്പോൾ ഉപ്മാവിൻ്റെ കൂടെ കൂട്ടാൻ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.